പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തും എവിടെ നോക്കിയാലും പഴയ LED ബൾബുകൾ പല സ്ഥലത്തായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നത് കാണാം, അല്ലെ? അത് പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ഭവിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ പരിസ്ഥിതിക്ക് ദോഷകരമായി വരുന്ന ഈ LED ബൾബുകൾ നമുക്ക് വീണ്ടും അത് റീസൈക്കിൾ, അതായത് വീണ്ടും ഉപയോഗിക്കാവുന്ന പരുവത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിന് വളരെ ചിലവ് കുറഞ്ഞ മാർഗം മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ബൾബുകൾ ഒരിക്കലും നശിപ്പിക്കാനുള്ള സാധനങ്ങളല്ല. ഇതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു വസ്തു, ഈ ഒരു ബൾബാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടതായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിന് വേണ്ടതായ കാര്യങ്ങൾ വളരെ ലഘുവായ സാധനങ്ങളാണ്. ഏതാണ്ട് 10, 15 അല്ലെങ്കിൽ 20 രൂപയ്ക്കകത്ത്, 21 രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു അതിന്റെ സാധനങ്ങൾ നമുക്ക് സാധാരണ കോട്ടയം അല്ലെങ്കിൽ ഉള്ള മാർക്കറ്റുകളിലെല്ലാം ഇത് ലഭ്യമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക്സ് പരമായി കുറച്ച് ജ്ഞാനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് സ്വന്തമായിട്ട് തന്നെ വീടുകളിൽ നമുക്ക് നിർമ്മിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള ഈ LED ബൾബുകൾ നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി റീസൈക്കിൾ ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലാക്കി തരാം. ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ വീഡിയോ എങ്ങനെ ബൾബ് റീസൈക്കിൾ ചെയ്യാം എന്നുള്ള ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ ടൂൾസ് വേണമെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്കൊരു സോൾഡറിങ് അയൺ വേണം. 25 വാട്ട്സിന്റെ ഒരു സോൾഡറിങ് അയൺ വേണം. അതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് മാത്രം മതി. ഇനി ബൾബിനെ ഒന്ന് പരിചയപ്പെടാം. ബൾബിന്റെ പാർട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ ബേസ് യൂണിറ്റിൽ നിന്നാണ്. ബേസ് യൂണിറ്റ് B22 എന്നാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയ പേര്, B22. പിന്നെ ബോഡിക്കകത്ത് തന്നെ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് ബേസ് പ്ലേറ്റ് എന്ന് പറയും. ബേസ് പ്ലേറ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് ഹീറ്റ് സിങ്ക് കാണുന്നത്. അത് റിമൂവ് ചെയ്യാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ സെറ്റിൽ നിന്ന് ജസ്റ്റ് പോയിന്റിൽ നിന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യും. ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്തൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്. സർക്യൂട്ട് ബോർഡ് നമ്മൾ റിമൂവ് ചെയ്തതാണ്. അതിനുശേഷം വയർ 2 പോയിന്റ് സോൾഡർ ചെയ്ത് കൊടുക്കുക. വയർ എടുത്തിട്ട് വയറെടുത്തതിന് ശേഷം വയറിന്റെ ഇൻസുലേഷൻ താഴെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വയർ നമുക്ക് സോൾഡർ ചെയ്യാം.
വയർ നമുക്ക് സോൾഡർ ചെയ്യാം. ശകലം ഫ്ലെക്സ് നോക്കി ചെയ്യുന്നത് നല്ലതായിരിക്കും. വയർ ഫ്ലെക്സിബിൾ ആയിട്ട് കയറാൻ വേണ്ടി. വയർ നമുക്ക് ഫ്ലെക്സ് ടോപ്പിക് സോൾഡർ ചെയ്യുന്നു. സോൾഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ വയർ മുറിക്കാം. ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് വയർ മുറിക്കുക. അതിനുശേഷം ബേസ് പ്ലേറ്റ് ഹോളിൽ കൂടെ വയർ കയറ്റിയതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ലോക്കിന്റെ സൗണ്ട് കേൾക്കുക. അതിനുശേഷം നമ്മുടെ DOB എടുത്ത് DOB ഇതിന്റെ ഡ്രൈവർ ഓൺ ബോർഡ് എന്നാണ് പറയുന്നത്. അതെ, പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇത് ഹീറ്റ് സിങ്ക്. ഇത് നമുക്ക് ഈ DOBയുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തേക്കുന്ന കോമ്പൗണ്ട് ആണ്. ജസ്റ്റ് പെയിന്റിംഗ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയായിട്ട് നമുക്ക് തേക്കാം. ബാക്ക് സൈഡിൽ, LED ഫ്രണ്ടിലല്ല, ബാക്ക് സൈഡിൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വയർ ഹോളിൽ കൂടെ കോർക്കുക. എന്നിട്ട് മറ്റേ ഓൾറെഡി നമ്മുടെ പാനലായിരിക്കുന്ന സ്ക്രൂ ആണ്, ആ സ്ക്രൂ തന്നെ
സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. മിച്ചം വന്ന വയറ് കട്ട് ചെയ്യുക. എന്നിട്ട് അത് സ്ട്രിപ്പ് ചെയ്യുക. അവിടെ അപ്പം L എന്നും N എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ബ്ലാക്ക് വയർ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂട്രായിട്ടാണ്. അത് സോൾഡർ ചെയ്യുക. അതിനു മുമ്പേ അവിടെ ഒരു പോയിന്റ് നമ്മൾ ലെഡ് വെച്ച് കോട്ട് ചെയ്യണം. അതിനുശേഷം ബ്ലാക്ക് വയർ N എന്ന് എഴുതിയെടുത്ത് സോൾഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 33 ഓമിന്റെ ഒരു റെസിസ്റ്റർ എടുത്തിട്ട് അതിന്റെ ലെഗുകൾ കട്ട് ചെയ്യുക. ശകലം കട്ട് ചെയ്യുക രണ്ട് സൈഡും. എന്നിട്ട് L എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ സോൾഡിങ് ലെഡ് വെച്ച് ആദ്യമേ ഒരു കോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് റെസിസ്റ്റർ സോൾഡർ ചെയ്യും. സോൾഡർ ചെയ്യുക. ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ ലൈൻ വന്നേക്കുന്നത് സോൾഡർ ചെയ്യുക. അതോടെ നമ്മുടെ വർക്ക് തീർന്നിരിക്കുന്നു. അതിന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ബൾബ് റിമൂവ് ചെയ്തിട്ട് അതിന്റെ കപ്പ് ഡിഫ്യൂസർ കപ്പ് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യും. ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്റെ നമ്പർ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക 99495047 9949504723. താങ്ക് യു.